അസ്സലാമു നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈദ് മുബാറക് എല്ലാവർക്കും. റമദാൻ കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എയർപോർട്ടുകളിലൊക്കെ നല്ല തിരക്കായിട്ടുണ്ട്. സ്പെഷ്യലി ജിദ്ദ എയർപോർട്ടിൽ ഓൾമോസ്റ്റ് രാത്രി 8 മണിക്ക് ശേഷമുള്ള ഫ്ലൈറ്റുകൾക്കൊക്കെ വരുന്ന ആൾക്കാർ കൃത്യം 3 മണിക്കൂർ മുമ്പ് വരുന്നെന്നുള്ള ഒരു ഇത് ചെയ്യരുത്. നിങ്ങളുടെ 4-4.5 മണിക്കൂർ മുന്നേ വന്നോളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. കൃത്യമായിട്ട് ചെക്കിങ് ചെയ്ത് ബോർഡിങ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 4-4.5 മണിക്കൂർ വേണ്ടി വരും. കാരണം അത്രയും തിരക്കാണ്. ജിദ്ദയിലെ 3 ടെർമിനലുകളും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. രാത്രികൾ ഈ 2 ആഴ്ച ഈ തിരക്ക് നിലനിൽക്കും. നമുക്കൊക്കെ വന്നിരിക്കുന്ന ഷെഡ്യൂളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈവനിങ് ഫ്ലൈറ്റുകളൊക്കെ നല്ല ഇതാണ്. ഈവനിങ് എന്നല്ല, രാവിലെയുള്ള ഫ്ലൈറ്റുകൾക്കൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്, പഴയ പോലെ അല്ല. സോ ജിദ്ദയിലെ എയർപോർട്ടിൽ വരുന്ന ആൾക്കാർ മിനിമം ഒരു 4 hours മുമ്പെങ്കിലും വരാൻ നോക്കുക. പിന്നെ കൃത്യമായിട്ട് വിസയിൽ നിങ്ങളുടെ ഡേറ്റ് ഉണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ ടിക്കറ്റ് എടുക്കുക. April 3 എന്നുള്ളൊരു ഡേറ്റ് എല്ലാവർക്കുമല്ല കൊടുത്തിരിക്കുന്നത്. April 3 വിസിറ്റ് വിസക്കാർക്ക് April 3, മിക്കവർക്കും April 3 ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അബ്ഷർ ചെക്ക് ചെയ്യുക. അബ്ഷറിൽ നിങ്ങൾക്ക് കൂടുതൽ ഡേറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. അബ്ഷറിൽ ഇപ്പോൾ നിങ്ങളുടെ വിസിറ്റ് വിസ എക്സ്പയർ ആവുന്നത് ഒരു April 20 നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ടിക്കറ്റ് ഓർഗനൈസ് ചെയ്താൽ മതി. പക്ഷേ അതിന് മുന്നേ ആണെങ്കിൽ April 3 ആണെങ്കിൽ അതിന് മുന്നേ തന്നെ കയറി പോകാൻ നോക്കുക. ഈ വീക്ക് നല്ല ടൈറ്റാണ്. സോ ഡിലേ ആക്കരുത്, എക്സ്പയർ ആക്കാൻ നിൽക്കരുത്. ഉംറ വിസക്കാരും അത് തന്നെ. നിങ്ങളുടെ വിസയിൽ എന്താണോ ഡേറ്റ് അതിനനുസരിച്ചിട്ട് കയറി പോകാൻ നോക്കുക. ഡിലേ ആക്കരുത്. ഡിലേ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫൈൻ കിട്ടും. പിന്നെ അത് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉംറ വിസക്കാർക്കൊക്കെ എന്തൊക്കെയോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ ജവാസിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒരു ഡേറ്റ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കിട്ടും. കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഡേറ്റ് എക്സ്പയർ ആവാതെ ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കയറി പോകാൻ നോക്കുക. ഓക്കെ, ഞാൻ ഈ ടൈമിങ്ങിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. എയർപോർട്ടിൽ വരുന്നവർ നേരത്തെ വരിക.